വീടിൻ്റെ ചുറ്റുപാടുമുള്ള തോടും പുഴയും ദേശവും സ്ഥാപനങ്ങളും വീടുകളും കുട്ടികൾക്ക് പരിചയമുണ്ടാകുമോ? സ്കൂളിൽ ജോഗ്രഫിയും EVSും മറ്റു വിഷയങ്ങളും പഠിച്ച് നല്ല മാർക്ക് വാങ്ങും. പക്ഷേ നാടിനെ അറിയലോ നാട്ടുകാരുമായി ഇടപഴകലോ കുറവാണ്. അതിന് പ്രോത്സാഹനമോ അവസരമോ ഇല്ല. ഒന്ന് ചിന്തിക്കൂ, നാട്ടിലുള്ളവരുമായി ഇടപഴകാൻ, സഹകരിച്ച് പ്രവർത്തിക്കാൻ എവിടെയാണ് അവസരങ്ങളുണ്ടെങ്കിൽ തന്നെ അവയെ എന്തുമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കുട്ടികളെ അവരുടെ മുറിയിലേക്കും മൊബൈലിലേക്കും ഒതുങ്ങാൻ പ്രേരിപ്പിക്കുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പുറത്തിറങ്ങി ചുറ്റുപാടുകളുമായി ബന്ധം വളർത്തി എങ്ങനെയാണ് ജീവിക്കാനാവുക? കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തേണ്ടതുണ്ട്. തനിക്ക് പുറത്തുള്ളവരുടെ ചിന്താരീതിയും താല്പര്യങ്ങളും പ്രത്യേകതയും സമൂഹത്തിൻ്റെ സ്വഭാവവും മനസ്സിലാക്കി കൂട്ടായ്മയുടെയും ബഹുമാനത്തിൻ്റെയും സ്വഭാവം കുട്ടികൾ പരിശീലിപ്പിച്ച് വളർത്തി എടുക്കേണ്ട അത്യാവശ്യങ്ങളാണ്. എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്ത, അറിയാത്ത, താല്പര്യം കാണിക്കാത്ത ഒരുപാട് വിശേഷങ്ങൾ. തന്നിൽ നിന്ന് പുറത്തിറങ്ങി വിവിധ പ്രായക്കാരും നാടും ചുറ്റുപാടുകളും മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരവും പ്രോത്സാഹനവും നൽകണം. അവധി ദിവസങ്ങളെയും ട്യൂഷൻ കൊണ്ട് പൊറുതിമുട്ടിക്കാതെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള പ്രായോഗിക പഠനത്തിൻ്റെ അവസരമാക്കണം. എൻ്റെ നാടിൻ്റെ മാപ്പ് തയ്യാറാക്കുക. സ്ഥാപനങ്ങളും വഴികളും ജനസംഖ്യയും വിവിധ പ്രായത്തിലുള്ളവരുടെ വിവരണങ്ങളും എല്ലാം കുട്ടികൾ ശേഖരിക്കട്ടെ. ഇത് എഴുതിക്കൂട്ടി തുന്നിക്കൂട്ടി വയ്ക്കുന്ന പ്രൊജക്റ്റാക്കി അവസാനിപ്പിക്കാനല്ല, എൻ്റെ നാടിനെ അറിയാനും സ്നേഹിക്കാനുമുള്ള വേദിയാക്കി മാറ്റണം. പറഞ്ഞവ സാമൂഹ്യ പാഠത്തിൻ്റെ കഴിവുകൾ തന്നെയാണ്. ക്ലാസ് മുറിയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട പ്രായോഗിക പരിശീലനങ്ങൾ.